ഹലോ, എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മമൂസ് എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത്. അതിന് വേണ്ടത് 1½ കപ്പ് മൈദയാണ്. പാകത്തിന് ഉപ്പുമിട്ട് നന്നായിട്ട് ചപ്പാത്തി കുഴയ്ക്കുന്നത് പോലെ ഒന്ന് കുഴച്ചെടുക്കുക. അതിൽ കുഴച്ചതിന് ശേഷം കുറച്ച് ഓയിലും കൂടി സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്കതൊന്ന് 1 മണിക്കൂർ തൊട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഇതിന് വേണ്ട ഫില്ലിംഗ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് വേണ്ടത് എല്ലില്ലാത്ത ചിക്കനാണ്. അത് ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം സവാള, മല്ലിയില, പച്ചമുളക്, സ്പ്രിംഗ് ഓണിയൻ, ഉപ്പ്, കുറച്ച് കുരുമുളക് പൊടി ഇതെല്ലാം കൂടി ചേർത്ത് ഒന്ന് യോജിപ്പിക്കുക. ഞാൻ എടുത്തിട്ടുള്ളത് 3 ബൗളൊക്കെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമുക്ക് കുഴച്ച് വെച്ച മൈദ. അതിന് ശേഷം നമുക്കൊരു അടപ്പ് വെച്ച് ഒന്ന് റൗണ്ട് ചെയ്തൊന്ന് കണക്കിനൊന്ന് നമുക്ക് ക്ലിയർ ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ അകത്ത് ഫില്ലിംഗ് വെച്ച് നന്നായിട്ടൊന്ന് നമുക്ക് ഞുറി എടുക്കുന്നത് പോലെ ഒന്ന് ചുറ്റിയെടുക്കുക. അപ്പോൾ ഈ നമ്മൾ ഈ ഫില്ലിങ് വെച്ചതിന് ശേഷം നമുക്ക് കുറച്ച് മൈദപ്പൊടി തൂറ്റിയിട്ട് വേണം കേട്ടോ ഇതെല്ലാം എടുത്ത് വെക്കാൻ വേണ്ടി, അല്ലെങ്കിൽ പാത്രത്തിൽ ഒട്ടിപ്പിടിക്കും. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ എടുത്തിട്ടുള്ള ഇഡ്ഡലി ചെമ്പാണ്. അതിലോട്ടൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്കിതെല്ലാം കൂടി നമുക്ക് ആവിയിൽ വേവിക്കാൻ വേണ്ടി എടുത്ത് വെക്കാം. അപ്പോൾ നന്നായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ളൊരു മമൂസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കഴിച്ചിട്ടില്ലാത്തവരൊന്ന് കഴിച്ച് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കൂടി ഞാൻ ഇതിലോട്ടൊന്ന് കാണിക്കുകയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.